മന്ദാകിനി പേര് പോലെ തന്നെ വളരെ ഒരു ലൈറ്റ് ഹാർട്ട് ആയിട്ടുള്ള ഒരു കോമഡി എൻ്റർടൈനർ, ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി എൻ്റർടൈനർ. മന്ദാകിനിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു കല്യാണ വീട്ടിലെ രസകരമായ കാഴ്ചകൾ, അതാണ് മന്ദാകിനി എന്ന സിനിമ കാണിക്കുന്നത്. ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി എൻ്റർടൈനർ എന്ന രീതിയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു പടം തന്നെയാണ് മന്ദാകിനി. ക്ലാഷ് റിലീസ് ഉണ്ടായിരുന്ന തലവന്മായി നേരെ ഓപ്പോസിറ്റ് ജോണറിലുള്ള ഒരു ഫൺ എൻ്റർടൈനർ തന്നെയാണ് മന്ദാകിനി. കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത് അനാർക്കലി ആൻഡ് അൽത്താഫ്. സംവിധാനം വിനോദ് ലീല. മന്ദാകിനിയെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ഏത് പ്രേക്ഷകനും റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കല്യാണ വീടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വളരെ ഒരു സാധാരണക്കാരൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കഥയാണ് മന്ദാകിനി. ക്യാരക്ടർ വരുമ്പോൾ വടക്ക് നോക്കി യന്ത്രത്തിലെ വിനീത് ശ്രീനിവാസൻ്റെ ആ ഒരു ക്യാരക്ടർ പോലത്തെ ആ ഒരു എക്സ്ട്രീം ലെവലല്ല, ആ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം അപകർഷാബോധമൊക്കെ ഉള്ളൊരു കല്യാണ ചെക്കനും ഒരു വ്യത്യസ്ത സാഹചര്യത്തിൽ നിന്ന് വന്ന ഒരു കല്യാണപ്പെണ്ണും, ആ ഒരു കോംബോ ആണ് മെയിനായിട്ട് മന്ദാകിനി എന്ന്. തുടക്കം മുതൽ ഫസ്റ്റ് സീൻ മുതൽ ഇത് കല്യാണം മുതലാണ് ഈ ഫസ്റ്റ് സീൻ മുതൽ ഈ പടം ആരംഭിക്കുന്നത്. ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസത്തെ കഥ, ഒരു കല്യാണ ദിവസം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉണ്ടാകുന്ന ഒരു രസകരമായ കാര്യങ്ങളും കല്യാണം സംബന്ധമായി ഉണ്ടാകുന്ന വെള്ളമടി കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നീട് അത് പരിഹരിക്കാനുള്ള ഒരു നെട്ടോട്ടങ്ങൾ, അതെല്ലാമാണ് മന്ദാകിനി സംസാരിക്കുന്നത്. ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി എൻ്റർടൈനർ ആ ഒരു വിഭാഗത്തിലാണ് മന്ദാകിനിയെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുക. പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ അൽത്താഫ്, അതുപോലെ തന്നെ അൽത്താഫ് നർമ്മരൂപത്തിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നായിക അനാർക്കലി പെർഫോമൻസ് നല്ല രീതിയിലുള്ള പെർഫോമൻസാണ്, ക്യാരക്ടർ അനുയോജ്യമായ പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളിലൊക്കെ അല്പം ഒരു വിഷ്വാലിറ്റി തോന്നിയെങ്കിലും ഓവറോൾ ആ ഒരു പെർഫോമൻസ് വളരെ നല്ല രീതിയിലായിരുന്നു. പിന്നീട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ, നമ്മുടെ അൽത്താഫ് എന്ന ക്യാരക്ടറിൻ്റെ അളിയനായി അഭിനയിച്ച വിനോദ് തട്ടിൽ എന്ന ആർട്ടിസ്റ്റ് നമുക്ക് പരിചിതമാണ്. ആട് എന്ന സിനിമയിലൂടെ നമുക്ക് പരിചയമാണ്. പിന്നെ ഇപ്പോൾ നമ്മളുടെ അന്വേഷിപ്പിൻ കണ്ടെത്തും പോലീസുകാരനായിട്ട് അഭിനയിച്ചു. മിക്ക പടത്തിലും അദ്ദേഹം ഒരു ഗുണ്ട ലെവൽ ആക്ടിംഗ് ആണ് ചെയ്യുന്നത്. ഇതിലും ഒരു ഗുണ്ട എന്ന രീതിയിൽ തന്നെയാണ്, ഒരു ഗുണ്ടയായിരുന്നു, ഇപ്പോൾ അത്യാവശ്യം ഫാമിലിയൊക്കെ ആയിട്ട് ഒതുങ്ങിക്കഴിയുന്ന ആ ഒരു ക്യാരക്ടർ. അൽത്താഫും ഈ അളിയനും തമ്മിൽ വളരെ നല്ലൊരു ബോണ്ടിങ്, അവരൊരു കെമിസ്ട്രി നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് ഈ സിനിമയിൽ. ഒരു ലോലഹൃദനായ അളിയനും ഒരു മുൻഗുണ്ടയായിരുന്ന ഒരു അളിയനും തമ്മിലുള്ള ഒരു ബന്ധം, രണ്ടുപേരും വളരെ സ്നേഹത്തിൽ കഴിയുന്ന രണ്ടാൾക്കാർ, അവരുമായി അളിയന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഗുണ്ട ക്യാരക്ടർ, അതെല്ലാം വളരെ രസകരമായിട്ട് തോന്നി. ഈ പടത്തിൽ വളരെ രസകരമായിട്ട് വിനോദ് ലീല അത് എടുത്തു വച്ചിട്ടുണ്ട്. നല്ലൊരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻ്റ് അവർ ചെയ്തിട്ടുണ്ട്. പടത്തിലെ മറ്റു ക്യാരക്ടേഴ്സിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നമുക്കറിയാവുന്ന ഒരു നല്ലൊരു സ്റ്റാർ കാസ്റ്റ് തന്നെ ഇതിലുണ്ട്. അതിലെടുത്തു പറയേണ്ടത് നമ്മുടെ അൽത്താഫിൻ്റെ ചേച്ചി അഭിനയിച്ച അശ്വതി, നമുക്ക് എല്ലാവരും പരിചിതമാണ്. അശ്വതി ഉണ്ട്. പിന്നെ ചെറിയ ക്യാരക്ടറിലായാലും ജൂഡ്, ഗണപതിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഗണപതി ഒരു ടൈമിൽ ഗണപതി അത്യാവശ്യം ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഗണപതിയും പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ടത് അൽത്താഫിൻ്റെ അമ്മയെ അഭിനയിച്ച വളരെ നല്ല പെർഫോമൻസ്. സെക്കൻഡ് ഹാഫിലേക്ക് വളരെ എന്താ പറയുക, കോമഡി മാസ് എന്ന രൂപത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന പെർഫോമൻസ്. ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ നമ്മുടെ മെയിൽ ക്യാരക്ടേഴ്സാണ് കൂടുതൽ സ്കോർ ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ മുഴുവൻ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ, ഫീമെയിൽ ക്യാരക്ടേഴ്സാണ്. കഥ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ വെറും അവരുടെ തന്നെ ഒരു
ഗംഭീര പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഡയറക്ടർ ലാൽ ജോസ് അനാർക്കലിയുടെ ഫാദർ ക്യാരക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഡയറക്ടർ അജയ് വാസുദേവ്, അദ്ദേഹം ഒരു കോമഡി ക്യാരക്ടറായിട്ട് ഇതിൽ വരുന്നുണ്ട്. ഈ 2 ഡയറക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. പടത്തെ കൂടുതൽ ഡീപ്പായിട്ടൊന്നുമില്ല. നമ്മുടെ സിറ്റുവേഷൻ കോമഡീസ് കല്യാണം ഉണ്ടാകുന്ന അങ്ങനത്തെ കുഞ്ഞു കോമഡീസ് അതൊക്കെയാണ്. വലിയ രീതിയിലുള്ള തമാശ, വലിയ രീതിയിലുള്ള ആ ഒരു ബിഗ് ബച്ച് ആ പരിപാടിയൊന്നുമില്ല. വളരെ കുഞ്ഞു പടം, അത്യാവശ്യം ഫാമിലി ആയിട്ട് കാണാം, നമുക്ക് പോയി കണ്ട് രസിക്കാൻ പറ്റിയ ഒരു നല്ല കൊച്ചു പടമാണ് നമ്മൾ മന്ദാകിനി എന്ന് പറയുന്നത്. തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ചായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഇത്തരം കൊച്ചു സിനിമകളെ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കുക, എന്നാലാണ് നമുക്ക് ഇതുപോലുള്ള കുഞ്ഞു കണ്ടൻസ് ആയിട്ടുള്ള നല്ല സിനിമകൾ ലഭിക്കുകയുള്ളൂ. പിന്നെ പടത്തിൻ്റെ ഒരു ചെറിയ പോരായ്മ എന്ന് തന്നെ പറയാൻ പറ്റില്ല. പല സ്ഥലത്തും കുറച്ച് നമുക്ക് ഫൺ എൻ്റർടൈനർ, അതായത് കോമഡി ആയതുകൊണ്ട് തന്നെ പല കോമഡികളും എല്ലാവർക്കും വർക്കാവണമെന്നില്ല. ചില സ്ഥലത്തൊക്കെ പല കോമഡികളും നമുക്കൊരു ക്രിഞ്ചെന്ന് പറയാം, ഒരു എന്താ പറയുക, ആർട്ടിഫിഷ്യൽ കോമഡി പോലെ നമുക്ക് തോന്നും. സിറ്റുവേഷണൽ കോമഡിയാണ് കൂടുതലുള്ളതെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ആർട്ടിഫിഷ്യൽ കോമഡി നമുക്ക് ചില സ്ഥലത്തൊക്കെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ബാക്കി അതൊക്കെ ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ നല്ലൊരു എൻ്റർടൈനർ എന്ന രീതിയിൽ നമുക്ക് മന്ദാകിനി തിയേറ്ററിൽ പോയി തന്നെ കാണാം. കുട്ടികളെയും പ്രായമായവരെയും ഫാമിലി സ്ത്രീകളെല്ലാവരെയും കൊണ്ട് കാണാൻ പറ്റിയ നല്ലൊരു പടം തന്നെയാണ് മന്ദാകിനി. അപ്പോൾ എല്ലാവരും പോയി കാണുക, കമൻറ്റുകളിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പുതിയൊരു സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.